ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഡ്രൈവിംഗ് ടിപ്സ് ചാനലാണ്. എന്നാൽ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് വാഹനം എടുക്കാനായിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് മാരുതി ഇഗ്നിസ് 2020 മോഡൽ. ഇത് സിഗ്മയാണ്, ഏറ്റവും ബേസ് വേരിയൻ്റ് വണ്ടിയാണ്. ഏകദേശം 39,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ ഏറ്റവും നല്ല വാഹനങ്ങളാണ് പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വണ്ടി സെയിലിനുള്ള വണ്ടിയാണ്. റോയൽ ഓട്ടോസ് ആണ് ഈ ഒരു വാഹനം എനിക്ക് തന്നേക്കുന്നത്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പങ്കുവെക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഇനി ഞാൻ ഈ ഒരു വാഹനം മൊത്തത്തിൽ നിങ്ങളെ എല്ലാ ഏരിയയും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാഹനം എങ്ങനെ ഓടിക്കാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾക്ക് ഒരു ഇഗ്നിസ് ഓടിക്കണം, അല്ലെങ്കിൽ മാരുതിയുടെ ഒരു പുതിയൊരു വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുള്ളൊരു ട്യൂട്ടോറിയലും കൂടെ വീഡിയോയിൽ പങ്കുവെക്കാം. അതായത് അത്യാവശ്യം വലിപ്പമേറിയ ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. എന്നാൽ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത ഞാൻ പറയാം. അതായത് ഈ എൻജിൻ റൂമൊക്കെ അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ ചെറിയ സ്പേസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് കാര്യം മറ്റൊന്നുമല്ല, വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടാനാണ് ആ ഒരു കാര്യം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഒപ്പം തന്നെ ഇതൊരു ടോൾ ബോയ് വണ്ടിയാണ്, ഹൈറ്റുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കാനായിട്ട്, അതായത് ഹൈറ്റുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. പൊക്കം കുറഞ്ഞ എന്നെപ്പോലെയുള്ള ഒരാൾക്കാണെങ്കിലും വളരെ സുഖകരമായിട്ട് തന്നെ ഓടിക്കാൻ പറ്റിയ ഒരു വാഹനമാണിത്. ഇനി ഈ ഏരിയ ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് എല്ലായിടത്തും കാണാം. പിന്നെ സുസുക്കിയുടെ ഒരു എംബ്ലം കൊടുത്തേക്കുന്നു. പിന്നെ ഇത് നോർമൽ ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് 10 ഇൻഡിക്കേറ്റർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അടിയിലൊരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് അഡീഷണലായിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ്. സാധാരണ ഈ ഒരു വാഹനത്തിന് ഫോഗ് ലാമ്പ് ബേസ് വേരിയൻറ്റിനില്ല, എന്നാൽ ഈ ഒരു വാഹനത്തിന് അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിൽ നമുക്ക് എയർ ഡാം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ മുൻവശത്തെ ഈ ഒരു കാഴ്ചകൾ. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ബോഡി കളറായിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിറർ നമുക്ക് കാണാം. ഇത് ഇലക്ട്രിക്കലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അത് മാനുവലായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ഒരു ഏരിയയിൽ ഒരു തരത്തിലുള്ള സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പെയിൻ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വാഹനത്തിന് ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ സാധാരണ ഇഗ്നീസിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു 3 ലൈൻസ് നമുക്കിവിടെ കാണാം. അത് പുതിയ വാഹനങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ടയർ സൈസ് വരുന്നത് 15 ഇഞ്ച് ടയറാണ് വരുന്നത്. പുത്തൻ ടയറാണ് 4 എണ്ണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ടയറിൻ്റെ ഭാഗവും വേറെ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമേറിയ ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ ഈ ഒരു ഭാഗത്ത് സുസുക്കിയുടെ എംബ്ലം, ഇഗ്നീസ് എന്നുള്ള ബാഡ്ജിങ്, നമുക്ക് ടെയിൽ ലാമ്പ് കാണാം. പിന്നെ അടിഭാഗത്ത് നമുക്ക് ഒരു റിവേഴ്സ് ക്യാമറ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ബേസ് വേരിയൻറ്റിന് റിവേഴ്സ് ക്യാമറ വരുന്നതല്ല, പക്ഷേ ഈ വാഹനത്തിന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും റിവേഴ്സ് ക്യാമറയൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത ഒരു വണ്ടിയാണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മളിത് കീ ഇട്ട് ഇതിൻ്റെ ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകത്തില്ല. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ലോക്ക് ഉള്ളത്, ഈ അടിഭാഗത്ത്. ഈ ലോക്കെ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മേളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് കിട്ടും. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നേക്കുന്നത് 267 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് നിലവിൽ വന്നേക്കുന്നത്. ഒപ്പം തന്നെ വാഹനത്തിൻ്റെ സ്പെയർ വീല് നോക്കുക, ഒരു അഡീഷണൽ ആയിട്ടുള്ള സ്പെയർ വീല് വാഹനത്തിന് കൊടുത്തേക്കുന്നു. നല്ല സ്പെയർ വീലാണ്, നിങ്ങൾ നോക്കി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്പെയർ വീലും. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും വളരെ നീറ്റാണ്, വൃത്തിയുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാം. ഈ ഒരു ഭാഗമൊക്കെ നോക്കുക, വൃത്തിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് സെയിം കാഴ്ചകളാണ്. ഇവിടെ മറ്റൊരു തരത്തിലുള്ള സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്, അത് സാരമുള്ള കേസൊന്നുമല്ല. അത്രയും വലിയ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഈ ഒരു സൈഡിൽ കാണാനായിട്ട് കഴിയുന്നില്ല. പിന്നെ ഇത് നോർമലായിട്ട് വരുന്ന ഒരു 10 ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ആണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്, കാരണം ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ടാണ്. ഒപ്പം തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ബോണറ്റ് ഏരിയ ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അതിന് ജസ്റ്റ് നമ്മളിത് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗം കൊടുത്തെങ്കിൽ, ഇത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോണറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും. അത്യാവശ്യം വളരെ മനോഹരമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. ആ വൃത്തി നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളേരിയയിലൊക്കെ കാണാനായിട്ട് കഴിയും. ഇത് 1.2 ലിറ്റർ VVT K സീരീസിൻ്റെ സാധാ വാഹനത്തിൻ്റെ നേരത്തെ വന്ന ആ ഒരു എഞ്ചിൻ തന്നെയാണ്. ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയാണ്. 39,000 കിലോമീറ്റർ ഓടിയൊരു വാഹനമാണ്. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഈ ഏരിയയിലെ കാര്യങ്ങൾ. നിങ്ങൾ ഈ ബാറ്ററി നോക്കുക, ബാറ്ററി മറ്റു കാര്യങ്ങളൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് എൻ്റെ ഒരു നോട്ടത്തിൽ കാണാനായിട്ട് കഴിയുന്നില്ല.
ഇനി ഇഗ്നീസിൻ്റെ ഉൾവശം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് വണ്ടി ആയതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉൾവശത്തില്ല. എങ്കിൽ പോലും ഈ ഒരു വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നിങ്ങൾ നോക്കുക, ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ഏരിയ ആണ് നമുക്ക് വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണാനായിട്ട് കഴിയുന്നത്. അത് ഫ്രണ്ട് റോ സീറ്റിലും സെക്കൻഡ് റോ സീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗ് ആണ്. എന്നാൽ ഇവിടെ മറ്റൊരു തരത്തിലുള്ള കൺട്രോൾസും നമുക്ക് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്ത് വാഹനത്തിൻ്റെ കീ ഇടുന്ന ഈ ഒരു ഏരിയ വരുമ്പോൾ ഇത് നോർമലായിട്ടുള്ള കീ അല്ല, നമുക്ക് അതായത് സെൻട്രൽ ലോക്കുള്ള ഒരു കീ സംവിധാനമാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തേക്കുന്നത്. അതിപ്പോൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. ഇനി നമുക്ക് കീ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. ഇതാണ് വാഹനത്തിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത്. നോർമൽ മീറ്റർ കൺസോളാണ്. 39,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇനി ഇതാണ് വാഹനത്തിൻ്റെ റിവേഴ്സ് ക്യാമറ വരുന്നത്. ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ വാഹനത്തിന് ഉള്ളതല്ല, പക്ഷെങ്കിൽ ഈ ഒരു വണ്ടിയിൽ അത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് റിവേഴ്സ് ഗിയർ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. നിങ്ങൾ നോക്കിയേ, ഇതാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു റിവേഴ്സ് ക്യാമറയും ഈ ഒരു വാഹനത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് വാഹനത്തിന് AC വെൻറ്റ് വരുന്നു. അതിവിടെ നമുക്ക് കാണാം, ഇവിടെയും കാണാം, ഈ ഒരു ഭാഗത്തും കാണാം. ഇതാണ് വാഹനത്തിൻ്റെ AC കൺട്രോൾ വരുന്നത്. അതായത് നോർമലായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു AC കൺട്രോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇനി അടിഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, അത്യാവശ്യം ഇതുപോലെ ഫോണോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഒരു കപ്പൊക്കെ എടുത്ത് വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. പിന്നെ ഈ ലിവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്, അതായത് സാധാരണ വാഹനം പോലെ തന്നെ, പക്ഷെങ്കിൽ കുട്ടി ലിവറാണ് ഈ ഒരു വാഹനത്തിന് വന്നേക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഏരിയ വന്നേക്കുന്നത്. ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ നോക്കുക, ഇവിടെയും വാഹനത്തിൻ്റെ നമുക്ക് കപ്പൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഭാഗത്തും കൊടുത്തേക്കുന്നു. ഈ ഒരു ഭാഗത്ത് പവർ വിൻഡോയുടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെയും കാണാം. ഫ്രണ്ട് 2 ഡോർ മാത്രമേ പവർ വിൻഡോ ആയിട്ട് വരുന്നുള്ളൂ. ബാക്ക് സൈഡ് വരുന്നത് നോർമലായിട്ടാണ് വരുന്നത്, കാരണം ബേസ് വേരിയൻ്റ് വണ്ടിയാണല്ലോ. ഇനി മുകൾ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊരു സൺ വൈസർ കൊടുത്തേക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഒരു സൺ വൈസർ ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തേക്കുന്നു. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തേക്കുന്നു. അത് നമുക്ക് ബാക്ക് സൈഡിലും ഈ ഏരിയയിലൊക്കെ അത് കാണാനായിട്ട് കഴിയും. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ്, അതായത് ഗ്ലൗ ബോക്സ് എത്രത്തോളം വലിപ്പമുണ്ടെന്നുള്ളത് നിങ്ങളെ കാണിക്കും. ഇതാണ് വാഹനത്തിൻ്റെ ഗ്ലൗ ബോക്സ് വരുന്നത്. അതായത് ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് 2 തട്ടായിട്ട് വരുന്ന ഒരു ഗ്ലൗ ബോക്സ് ആണ് വാഹനത്തിന് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റോ സീറ്റ് വരുന്നത്. ഇനി സെക്കൻഡ് റോ സീറ്റും കൂടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തൈ സപ്പോർട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് വളരെ സുഖകരമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉൾവശം വിശാലമാണ്. നമുക്ക് വാഹനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖകരമായിട്ടിരിക്കാം. ഹെഡ് സ്പേസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹെഡ് സ്പേസ് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ട്. പൊക്കമുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഇടത്തരം ഒരാളെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ഒരാളെ സംബന്ധിച്ചാണെങ്കിലും കുഴപ്പമില്ല. എന്നാൽ ഒരു ഇടത്തരം ആളെ സംബന്ധിച്ചാണെങ്കിൽ വളരെ സുഖകരമായിട്ട് നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ്. ഇതാണ് വാഹനത്തിൻ്റെ മുൻവശത്തെ ആ ഒരു ഏരിയ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഇവിടെ നമുക്ക് നോർമലായിട്ടുള്ള വിൻഡോയുടെ ഒരു ഭാഗമാണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ ലോക്ക് ഓപ്ഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാം. അഡീഷണൽ ആയിട്ട് നമുക്ക് ഹെഡ് റെസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് റോയുടെ കാഴ്ചകൾ. ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി നോക്കുമ്പോൾ 2 എയർ ബാഗ് വരുന്നുണ്ട്. ഒപ്പം തന്നെ ABS ബ്രേക്കിംഗ് സംവിധാനം വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കോസ്റ്റ് വരുന്നത് 6,000 രൂപയാണ്. 1 കൊല്ലം കൂടുമ്പോൾ പുകയുടെ സർട്ടിഫിക്കറ്റ് പുതുക്കണം. എഞ്ചിൻ ടൈപ്പ് 1.2 ലിറ്റർ VVT എഞ്ചിനാണ്. ഫ്യൂവൽ ടൈപ്പ് പെട്രോള്. മാക്സിമം പവർ 82 bhp അറ്റ് 6000 RPM. മാക്സിമം ടോർക്ക് 113 ന്യൂട്ടൺ മീറ്റർ അറ്റ് 4200 RPM. മൈലേജ് 20 കിലോമീറ്റർ പറയുന്നു. ഒരു 18 പ്രതീക്ഷിക്കാം. ഇനി ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 1595. വീൽ ബേസ് വരുന്നത് 2435. റിവേഴ്സ് ക്യാമറ ഈ സംവിധാനമൊക്കെയാണ് വാഹനത്തിന് വന്നത്. ഇനി ഞാൻ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒപ്പം തന്നെ ഈ ഒരു വണ്ടി എങ്ങനെ ഓടിക്കാം എന്നുള്ളൊരു ട്യൂട്ടോറിയലും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. കാരണം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് വാഹനം പഠിച്ചു തുടങ്ങുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങൾക്കും വാഹനം എടുത്തിട്ട് ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടും. ഓക്കെ, വാഹനത്തിൻ്റെ ഉൾവശത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉള്ള വണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിൽ ഇരുന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം റോഡ്
റോഡൊക്കെ നല്ല രീതിയിൽ കണ്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയും. ഇപ്പം ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ പറയാം. അതായത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ താഴ്ഭാഗത്തായിട്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീൽ ഞാൻ താഴോട്ട് താഴ്ത്തിയാണ് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഞാൻ ലിവർ ഒന്ന് താഴോട്ട് ഒന്ന് ലോക്ക് അടിക്കുന്നു, എന്നിട്ട് ഇതേ സ്റ്റിയറിംഗ് മേളിലേക്ക് അപ്പ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും ഈ ലോക്ക് ഇടുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഈ വാഹനത്തിൽ സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. പൊക്കം കുറവുള്ള ഒരാളാണെങ്കിൽ ഇത്തിരി സ്റ്റിയറിംഗ് വീല് നിങ്ങൾ നേരെ താഴോട്ടൊന്ന് താഴ്ത്തുക. ഓക്കെ, ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ട്യൂട്ടോറിയലും വാഹനം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് അതുപോലെ പറയാം. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്കൊക്കെ വളരെ സ്മൂത്താണ്. ക്ലച്ച് ചവിട്ടുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. നിങ്ങൾ നോക്കുക, 1-2 സെക്കൻഡ് കഴിയുന്നു, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് വന്നു. ഒരു തരത്തിലുള്ള സൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വാഹനത്തിൻ്റെ സൗണ്ട് എല്ലാം വളരെ സ്മൂത്താണ്. നമുക്ക് ഒരുപാട് നോയ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് കഴിയുന്നില്ല. ഓക്കെ, ഇനി ഗിയർ ലിവർ കുട്ടി ലിവറാണ്, അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ സ്മൂത്താണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഞാൻ ഇങ്ങനെ ചേർത്തിടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി വണ്ടിയുടെ എടുക്കുമ്പോഴുള്ള ഇനീഷ്യൽ പിക്കപ്പ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഇപ്പം നിലവിൽ AC ഞാൻ ഒരു പോയിന്റിലിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കൂളിംഗ് വാഹനത്തിൻ്റെ ഉൾവശത്ത് കിട്ടുന്നുണ്ട്. AC-യുടെ നോബെല്ലാം ഞാൻ ഇട്ട് നോക്കിയായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കൂളിംഗ് എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ആക്സിലറേറ്റർ കൊടുക്കാതെ ക്ലച്ച് മാത്രം അയച്ച് വണ്ടി എടുക്കുകയാണ്. ഇതിങ്ങനെ എടുക്കുന്നത് വണ്ടിയുടെ എഞ്ചിൻ്റെ പവർ അറിയാനാണ്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ആക്സിലറേഷൻ കൊടുത്തേ എടുക്കാവുള്ളൂ. എഞ്ചിൻ്റെ പവർ അറിയാനായിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ക്ലച്ച് എന്നൊന്ന് അയച്ച് വണ്ടി നീക്കാൻ നോക്കുക. എടുക്കുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ ലാഗോ അങ്ങനെയൊന്നും എനിക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് തോന്നുന്നില്ല. വണ്ടി വളരെ സുഖകരമായിട്ട് AC ഇട്ട് തന്നെ എടുത്തു. ഇത് 1.2 ലിറ്റർ എൻജിൻ വണ്ടിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ച് അയച്ചെടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുമെന്നുള്ള ഒരു പേടിയൊന്നും വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ പേടിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, വീണ്ടും വണ്ടിക്ക് ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ സ്മൂത്താണ്. നിങ്ങൾ നോക്കിയേ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് പിടിക്കാം, സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് തന്നെ ഒരു ബിഗിനറിന് ഓടിച്ചു പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിലാണ് ഞാൻ വരുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്ക് പെഡലിൽ നിൽപ്പുണ്ട്, ഒപ്പം തന്നെ ക്ലച്ചിൽ നമ്മൾ കാല് വെച്ചുകൊണ്ടാണ് ഈ ടേൺ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പവർ ബ്രേക്കാണ് വാഹനത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കാലിലെ ചെരുപ്പിൻ്റെ കനം തന്നെ വണ്ടിയെ ബ്രേക്കിനെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാർഡായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യരുത്, സ്മൂത്തായിട്ട് ബ്രേക്ക് ഔട്ടാനായിട്ട് വാഹനം പഠിക്കുന്നവർ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മുന്നോട്ട് ആഞ്ഞു പോകും. അത് കൂടുതൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പം ഞാൻ തേർഡ് ഗിയറിലാണ് പോകുന്നത്. ഇനി നമുക്ക് അത്യാവശ്യം ഒരു സ്ട്രൈറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്താൽ നമുക്ക് വളരെ സുഖകരമായിട്ട് 4ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റായി പൊക്കോളും. 1.2 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ പവർ വാഹനത്തിന് നിലവിലുണ്ട്. അപ്പം വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. ഒരു ലേഡീസിനാണെന്നുണ്ടെങ്കിലും ഏറ്റവും കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാം. ഉയർന്ന പൊസിഷനുള്ള ഒരു വണ്ടിയാണ്. റോഡ് നമുക്ക് നന്നായിട്ട് കണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലൈൻഡ് സ്പോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. സൈഡ് വ്യൂ മിറർ 2 അത്യാവശ്യം വലിപ്പമുള്ള മിററാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളെ കൃത്യമായിട്ടും കണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഉൾവശത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ എ പില്ലർ ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ ചില വാഹനങ്ങൾക്ക് ഈ എ പില്ലർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം വരാറുണ്ട്. അത് വളവൊക്കെ നമ്മൾ ടേൺ എടുക്കുന്ന സമയത്താണ് ആ പ്രശ്നം വരുന്നത്. എന്നാൽ ഈ ഒരു വണ്ടിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇഗ്നിസിന് ഇല്ല. അപ്പം ഓടിക്കുന്ന സമയത്ത് വലിയ പ്രശ്നമില്ല. ഇനി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാൻ ഫോർത്തും കൂടെ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ നോക്കിക്കേ, 4ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. 5ാമത്തെ ഗിയർ വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഞാൻ അതുകൊണ്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ നമ്മളിത് ചെറിയൊരു കയറ്റമൊക്കെ കയറി ഇങ്ങനെ വരികയാണ്. ഇത് വീണ്ടും ഞാൻ 5ാമത്തെ ഗിയറിലേക്കും കൂടെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇത്തിരി വെട്ടത്തിന് കുറവുണ്ട്. നിങ്ങൾ നോക്കി 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു തരത്തിലുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിൽ ലാഗോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ചാട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും നിലവിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം എല്ലാം കൊണ്ടും വലിയ പ്രശ്നമില്ലാത്ത ഒരു വണ്ടിയാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വാഹനം ഓടിക്കാനായിട്ട് നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഈ വണ്ടി തന്നേക്കുന്നത് റോയൽ ഓട്ടോസിലെ എൻ്റെ 2 സുഹൃത്തുക്കളാണ്, സൈനു ചേട്ടനും ഫെബിൻ ചേട്ടനും. ഞാൻ നേരത്തെ അവിടെ നിന്നാണ് വാഹനം എടുത്തത്.
എടുത്തുകൊണ്ടിരുന്നത്. അവരുമായിട്ട് നല്ലൊരു കണക്ഷനാണ്. അപ്പം നല്ല വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്നുള്ളൊരു ചിന്ത വന്നപ്പോഴത്തേന് ഞാൻ ഇവരെ കണക്ട് ചെയ്തതാണ്. കാരണം ഇവർ എടുക്കുന്ന വാഹനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കിലോമീറ്റർ ഓടാത്തതും ഒപ്പം തന്നെ സിംഗിൾ ഓണർ വണ്ടികളൊക്കെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം മേടിക്കാം. റോയൽ ഓട്ടോസുമായിട്ട് കണക്ട് ചെയ്യാം. ഞാൻ അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു വാഹനം തന്ന സൈനു ചേട്ടന്, ഫെബിൻ ചേട്ടന്, റോയൽ ഓട്ടോസിന് പ്രത്യേക ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഒപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.